ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. അപ്പോൾ നമ്മളിന്നിവിടെ ചപ്പാത്തിയുടെ കൂടെയായാലും ചോറിൻ്റെ കൂടെയായാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാട്ടോ നമ്മളിന്നിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് ക്യാപ്സിക്കമാണ്. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു വെജിറ്റബിൾ ആട്ടോ അത്. കണ്ണ് നേത്ര രോഗങ്ങളില്ലേ, തിമിരമൊക്കെ ഉള്ളവർക്ക് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇതിലൊരുപാട് വൈറ്റമിൻ എയും സിയും ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തടിയൊക്കെ ഉള്ള ആൾക്കാർ ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ കൊഴുപ്പൊക്കെ കളയാനായിട്ട് നല്ലതാണ് ഇത് കഴിക്കണത്. ഒരുപാട് വേവിച്ച് കഴിക്കാണ്ടിരിക്കാൻ കേട്ടോ നല്ലത്. എപ്പോഴും ഒരുപാട് അങ്ങോട്ട് വേവിച്ച് കുഴച്ച് കളയരുത്. അപ്പോൾ ഇതിൻ്റെ പച്ചക്കളർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളും അതോടൊപ്പം തന്നെ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ ഉള്ള കുരുവൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ഒരു ക്യൂബ് ഷേപ്പിൽ ചെറുതാക്കി ഒരുപാട് വലുപ്പം കുറയ്ക്കാണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു തക്കാളി, പിന്നെ ഒരു 2 സവോള ചെറുതായി അരിഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിയില, ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എന്തിലും വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. എൻ്റെ ഇവിടെ വെളിച്ചെണ്ണ ഉണ്ടോ ഞാനിന്നിവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തത് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളിയും സവോളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ഒരു പകുതി ഭാഗം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള പൊടികളാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. നമ്മളിട്ട് കൊടുത്ത പച്ചമുളകിനും എരിവുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിവിടെ വെജിറ്റബിൾ മസാലയാണ് ഇവിടെ ചേർത്ത് കൊടുത്തത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചതില്ലേ, അതാണ് ചേർത്ത് കൊടുത്തത്. ഇനി കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളൊരു കറിയാട്ടോ അത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി, നന്നായിട്ട് തന്നെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ചെല്ലാൻ ഭാഗത്തിന് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് ഞാനിവിടെ. ഇപ്പോൾ കുറച്ച് ഭാഗം വെന്തിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇടയ്ക്ക്. ഒരുപാട് ഈ ക്യാപ്സിക്കത്തിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊന്നും തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഒരു കാൽ ഭാഗം വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്താട്ടോ നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം, 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഉപ്പൊക്കെ നമ്മുടെ ക്യാപ്സിക്കത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഒരു 90% കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മല്ലിയില കുറച്ച് തൂവി കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 1 സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. മല്ലിയിലയുടെ ആ ഫ്ലേവറും കൂടി ആ കറിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ കറിക്ക്. നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷുകളെല്ലാം നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയായിട്ട് ഉണ്ടാക്കുന്നത്. അത് കഴിച്ചിട്ട് കൊള്ളില്ലെങ്കിൽ ഞാൻ നമ്മുടെ ഇതിൽ ഷെയർ ചെയ്യില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ
കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതിക്ക് മുമ്പിട്ട് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീൻ കാർഡായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.